പണ്ഡിതനായ ചാണക്യൻ പറയുന്നത് 4 കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. അതിലേറ്റവും പ്രധാനം ഒന്ന് സംസാര രീതി. നിങ്ങളെ മറ്റൊരാൾ വിലയിരുത്തുന്നത് നിങ്ങളുടെ സംസാരത്തിലൂടെ തന്നെയാണ്. സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ സംസാരിക്കാവൂ. അനാവശ്യമായി സംസാരിക്കുന്നവർക്ക് ആരും വില നൽകില്ല. പ്രധാനപ്പെട്ട രണ്ടാമത്തേത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ. ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരാളാകാൻ കഴിയില്ല. ഓരോ വ്യക്തിയും അതുല്യനാണ്. നിങ്ങളെക്കാൾ വലിയവനോട് ഒരിക്കലും അസൂയ പാടില്ല. മൂന്നാമത്തേത് പെരുമാറ്റമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ സ്വയം വലിയവനാണെന്ന് കരുതുന്നവർ എല്ലായ്പ്പോഴും അവഗണിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ എളിമത്തം അയാളുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് എത്രയധികം മഹത്വമുണ്ടെന്ന് പറഞ്ഞാലും വിനയമില്ലാത്ത സ്വഭാവം പരാജയത്തിന് കാരണമാകുന്നു. അഹങ്കാരം തകർച്ചയ്ക്ക് വഴിവെക്കുന്നു. പ്രധാനപ്പെട്ട നാലാമത്തതെന്താ? ഭക്ഷണരീതി. ഒരാളുടെ ഭക്ഷണരീതി ശ്രദ്ധിച്ചാൽ അയാളുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ചാണക്യൻ പറയുന്നത്. ഭക്ഷണത്തെ ബഹുമാനിക്കുന്നവർ നല്ല വ്യക്തിത്വമുള്ളവർ ആയിരിക്കും. ഭക്ഷണം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരെ എല്ലാ കാലത്തും ചുറ്റുമുള്ളവർ ഓർമ്മിക്കുന്നതാണ്. അത് വളരെ ശരിയല്ലേ? ഇല്ലാത്തവർക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടത് എന്താ? ഭക്ഷണം തന്നെയാണ് അല്ലേ? എന്തെങ്കിലും വസ്ത്രം എടുത്തു കൊടുക്കുകയോ അല്ല വേറെ എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുകയോ ചെയ്യുന്നതിനേക്കാൾ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ദാനം മറ്റൊന്നുമില്ല അല്ലേ? എല്ലാവരും വിശപ്പിന് വേണ്ടി തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? നമുക്ക് നാളെ മറ്റേത് ചെയ്യാം അത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എന്താണ് ഭക്ഷണം എന്നുള്ളതല്ലേ എല്ലാവർക്കും. വിശന്നിരിക്കാൻ എത്ര കഴിയും? ആർക്കും കഴിയില്ല. ഏത് വലിയവനും നല്ല മൃഷ്ടാനമായി കഴിക്കുന്ന ആൾ പോലും ഒരു ഭക്ഷണം കിട്ടാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് എന്താ? ഭക്ഷണം തന്നെയാണ് അല്ലേ? അതുപോലെ ചാണക്യൻ പറയുന്നത് നിങ്ങളെക്കാൾ വലിയവനോട് ഒരിക്കലും അസൂയ പാടില്ല എന്ന്. മനുഷ്യരാണ്. നമുക്കില്ലാത്തതെന്തും മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസൂയ തോന്നാം. നമുക്കതുപോലുള്ളൊരു വീടില്ലല്ലോ, അല്ല നമുക്കതുപോലുള്ളൊരു കാറില്ലല്ലോ, അത്രയും പണം നമ്മുടെ കയ്യിലില്ലല്ലോ എന്നൊക്കെ മനുഷ്യന്മാർക്ക് തോന്നാം. മനുഷ്യന്മാർക്ക് അങ്ങനെയുള്ള വിചാരം ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ ദൈവമായി പോവില്ലേ അല്ലേ? എന്നാലും പറയുമ്പോൾ നമ്മളങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ മനസ്സമാധാനം പോകുന്നു. നമ്മളെപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നു. നമുക്കതില്ലല്ലോ, നമുക്കിതില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമ്മളുടെ എല്ലാ ദിവസങ്ങളും പോകുന്നത്. അവർക്കതുണ്ട്, നമുക്കതില്ല എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. അവരുടെ വീട് നോക്കിയേ എന്തൊരു മനോഹരമായിരിക്കുന്നു. നമ്മുടെ വീട് അത്രയില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തിനും ഇത്രയും പണമുണ്ട്, നമുക്കതില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് അത്രയും വലിയൊരു അസുഖം, എന്തെങ്കിലും ഒരു മാരകമായ ഒരു ക്യാൻസർ അസുഖം വന്നാൽ അത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അവർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, നമുക്ക് ക്യാൻസർ എന്താ വരാത്ത എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അതുപോലെ അങ്ങ് വിട്ടുകളയണം. നമുക്കെന്തിനാ? അവർക്കത് ദൈവം കൊടുക്കുന്നത്. അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അവർക്ക് ക്യാൻസർ വന്നു, നമുക്കും വരണം എന്ന് ചിന്തിക്കാത്തതുപോലെ അവർക്കതുണ്ട്, നമുക്കത് അതുപോലെ കിട്ടണമെന്ന് നമ്മൾ ചിന്തിച്ച് എന്നും നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുകയോ അല്ല അതിനെപ്പറ്റി ഓർത്ത് അസൂയപ്പെട്ടിട്ട് നമ്മുടെ സമാധാനവും നമ്മുടെ ജീവിതവും കളയുക എന്നല്ലാതെ നമുക്ക് ദൈവം എന്താണ് തരുന്നത്, നമുക്ക് ഏത് സമയത്താണ് നമുക്ക് തരേണ്ടത് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. അതല്ലാതെ നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ദൈവം പകുതി താൻ പകുതി എന്നല്ലേ? അതുപോലെ നമ്മൾ ചെയ്യാനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. തരേണ്ടത് ദൈവം നമുക്ക് ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മുടെ കയ്യിൽ എത്തിക്കും. അല്ലാതെ വെറുതെയെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് അതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. അതുപോലെ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ, അല്ലെ നമ്മളെ ആരെങ്കിലും ചതിച്ചിട്ട് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ വരുമ്പോൾ പലരും ചെയ്യുന്നത് എന്താണ്? ജീവിതം അങ്ങ് അവസാനിപ്പിക്കുക. ആ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരു കോമയിലൊതുക്കി നമുക്കതങ്ങനെ അങ്ങ് നിർത്തിക്കൂടെ? എന്തിനാണ് നമ്മുടെ ജീവിതം കളയുന്നത് അല്ലേ? നമ്മൾ ജീവിതം കളയുമ്പോൾ നമുക്ക് നാളെ വരാനിരിക്കുന്ന മനോഹരമായ പല കാര്യങ്ങളും ഉണ്ടാവാം. നമുക്കിപ്പോഴായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വേദനിപ്പിച്ചവരോ നമ്മളെ ചതിച്ചവരോ കാണുമ്പോൾ നമ്മൾ മനോഹരമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോയവർ
നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ഓട്ടോ മത്സരത്തിനൊക്കെ നിൽക്കാറില്ലേ? സ്കൂളിൽ നിന്നോ ഓടി മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നോട്ടെത്തണം എന്ന് തന്നെയായിരിക്കും കുഞ്ഞുങ്ങളുടെ വരെ മനസ്സിൽ, അല്ലേ? അപ്പം നമ്മൾ ലൈനായി നിന്ന് മത്സരത്തിനെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ 4-5 ആൾ പാസ് ചെയ്ത് പോയാൽ നമ്മൾ അവിടെ വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഓടും. നമ്മുടെ അന്നത്തെ കുഞ്ഞു മനസ്സിൽ പോലും നമ്മളിത് ജയിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ജയിക്കില്ല എങ്കിലും നമ്മൾ തുടങ്ങി വെച്ച കാര്യം നമ്മളത് പൂർത്തീകരിക്കണം, അല്ലേ? അതുപോലെ നമ്മളെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, അഥവാ ജയിച്ചെങ്കിലോ എന്ന്. അത് തന്നെ നമുക്ക് ജീവിതത്തിലും എടുത്തൂടെ? അഥവാ നമ്മൾ ഈ പിന്തിരിഞ്ഞ് നമ്മൾ പോകുന്നതിനേക്കാൾ കൂടുതൽ അഥവാ നമ്മുടെ ജീവിതം ജയിച്ചാലോ, അല്ലേ? അതുകൊണ്ട് നമ്മൾ പകുതിയിൽ വെച്ച് പിന്തിരിഞ്ഞ് പോവാതെ നമ്മൾ ജയിച്ചാലോ എന്നുള്ള ഒരു രീതി ആ കുട്ടിക്കാലത്തിൽ അതേ മനസ്സോടുകൂടി പാതി വഴിയിലിട്ട് പോവാതെ ജയിച്ചാലോ എന്നുള്ള ആ ഒരു കൊമയിൽ നമുക്ക് നിർത്തിക്കൂടെ? ഫുൾ സ്റ്റോപ്പ് ഇടാതെ. നമ്മളെ ദ്രോഹിക്കുന്നവർ, നമ്മളെ ദ്രോഹിച്ചവർ, അത് നമുക്ക് താങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണല്ലോ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, അല്ലെങ്കിൽ മനസ്സിന് ഡിപ്രഷൻ വരുന്നു. നമ്മളെ വേദനിപ്പിച്ചവർക്കാണ് ഇതൊക്കെ വരേണ്ടത്. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെന്തിന് ഡിപ്രഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മളെന്തിന് മരണത്തിലേക്ക് പോകണം? നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അവിടെ വരുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ആ പെൺകുട്ടി സ്വയം ജീവിതം ഇല്ലാതാക്കുന്നത് എന്തിന്? ദൈവം ആ ചെയ്യുന്നവർക്ക് വേണ്ടി എന്തൊക്കെയോ കാത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക തന്നെ വേണം. കാരണം അതൊക്കെ ദൈവം അവർക്ക് കൊടുക്കുന്നത് കാണാൻ നമ്മൾ ഈ ഭൂമിയിൽ വേണ്ടേ, അല്ലേ? അല്ലാതെ നമ്മൾ പകുതി വഴിയിൽ വെച്ച് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്നെ ഈ ചെയ്തതിനൊക്കെ ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഈ ഭൂമിയിലില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അങ്ങനെ ഒളിച്ചോടുന്നവർ ചിന്തിച്ചിട്ടുണ്ടോ? മാരകമായ രോഗം കൊണ്ട് അല്ലെങ്കിൽ വലിയ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്തവർ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമൂഹ മാധ്യമത്തിലൊക്കെ കാണുന്നില്ലേ? അവരെന്താ പറയുന്നത്? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അല്ലേ? കാരണം എന്താ? അവർക്ക് ആ ഒരു അവസ്ഥ വന്നിട്ടും അവർക്ക് ജീവിക്കാനാണ് മോഹം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് കൃത്യമായ മരുന്ന് വേണം, എനിക്ക് ചികിത്സ വേണം, അതുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കൈകൂപ്പി പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴും അവർക്ക് ജീവിതത്തിലോട്ട് വരാനുള്ള ആഗ്രഹമാണ്. അപ്പം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ദൈവം അങ്ങനെയുള്ളതൊന്നും വരുത്തിയിട്ടില്ല, ഒരു മാരകമായ അവസ്ഥ നമുക്ക് വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദുഃഖിച്ചിരുന്ന് എനിക്കങ്ങനെ ഇല്ലല്ലോ, അല്ലേ, എന്നെ അവർ ദ്രോഹിച്ചില്ലേ, എന്തിനാണ് ഇനി ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് ഓരോ ദിവസവും നമ്മൾ ആ ഒരു ചിന്ത തന്നെ വെച്ചിരുന്ന നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ഡിപ്രഷനും നമുക്കിനി മതി ജീവിതം എന്നൊക്കെ തോന്നും. പകരം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കാലിനും കൈക്കും ഒരു പ്രശ്നവുമില്ല, ആരോഗ്യത്തോടു കൂടി നടക്കാൻ പറ്റുന്നു, ജോലികൾ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ എല്ലാ ദിവസവും ചികിത്സയായി മാരക വേദനയും അങ്ങനെയൊന്നും നമുക്ക് ദൈവം തന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യത്തിൽ അവൻ എന്നെ ചതിച്ചു, അവൾ ചതിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനോ എല്ലാം മാനസിക നിലതെറ്റി ജീവിക്കാനോ ആരും അങ്ങനെ പാടില്ല. നമുക്ക് ദൈവം തന്ന ജീവിതം വളരെ മനോഹരമായി ജീവിച്ച് തന്നെ തീർക്കണം. കാരണം അവരാണ് ജയിക്കുന്നത്. നമ്മൾ പകുതി വഴിയിൽ മരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്താണ്? അവർ പിറ്റേ ദിവസം മുതൽ ജീവിക്കുന്നില്ലേ? അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ? അപ്പോൾ ആരാണ് തോൽക്കുന്നത്? നമ്മളാണ്. അപ്പം നമ്മൾ തോറ്റ് നിൽക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? കാരണം അവർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വയം തോറ്റു കൊടുക്കും. അതാ ഞാൻ തോറ്റു, ഞാനിതാ മരിക്കുന്നു, അല്ലെ എൻ്റെ മനസ്സിതാ തകർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നമ്മൾ അടിയറവ് പറയല്ലേ ചെയ്യുന്നത്. തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ തോക്കാൻ പാടില്ല. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ പല രീതിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ വീഡിയോ കാണുന്നവർ, എന്നോട് ഇഷ്ടമുള്ളവർ, അവർ ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ഒരു ഓട്ടോ മത്സരം പോലെ ജീവിതവും ഓട്ടോ മത്സരം പോലെ തന്നെ എടുക്കുക. നമ്മൾ ഓട്ടത്തിൽ ഇടയ്ക്ക് ജയിക്കും, ഇടയ്ക്ക് തോക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആകെ തകർന്ന് നിൽക്കുന്നില്ലല്ലോ. ഇനിയും ഒരുപാട് ഓട്ടോ മത്സരങ്ങളൊക്കെ വരും. ആ മത്സരങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. അങ്ങനെ തോന്നുന്നത് പോലെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ വരും. പലരും നമ്മളെ തകർക്കാൻ ശ്രമിക്കും, നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ ഇട്ടിട്ട് പോകും. പക്ഷേ ഇതൊന്നും നമ്മളുടെ മനസ്സിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ വരുത്താതെ നമുക്ക് ദൈവം തന്ന ജീവിതത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, നമുക്ക് നാളേക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതൊക്കെ ദൈവം കണ്ടിട്ട് പിന്നീടായിരിക്കാം നമുക്കിതിനേക്കാൾ മനോഹരമായൊരു കാലം വരുന്നത്. അതിനു വേണ്ടി കാത്തിരുന്നിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കാൻ ശ്രമിക്കണം.